ബി.ജെ.പിയിലേക്ക് ആളെ കയറ്റി കൊടുക്കുന്ന പണി ഈ രാജ്യത്ത് മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഡാപ്പികളാണ് എന്ന് അഖിൽ മാരാർ. അവരുടെ ഓരോ പ്രവൃത്തിയും നിഷ്പക്ഷമായി ചിന്തിച്ചിരുന്ന ദേശീയ ബോധമുള്ള വിശ്വാസിയായ ഓരോ ഹിന്ദുവിനെയും ബി.ജെ.പിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു എന്നും ഈ സുഡാപ്പികളാണ് നല്ലൊരു ശതമാനം മുസ്ലിം സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കോൺഗ്രസിനെ ഈ വിധമാക്കി നശിപ്പിച്ചതെന്നും അഖിൽ മാരാർ ഫേസ്ബുക്കിലൂടെ കുറിച്ചു. എമ്പുരാൻ ഇറങ്ങിയതിനു ശേഷം ഗുജറാത്ത് കലാപം ചർച്ചയാക്കുന്നത് ബി.ജെ.പിക്ക് കേരളത്തിൽ കൂടി അധികാരത്തിലെത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കലാണെന്നും ആ വിഷയത്തെ ശ്രദ്ധയോടെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞു. ഞാൻ എഴുതിയപ്പോൾ എന്നെ സംഖ്യയാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സുഡാപ്പികളെന്നും അഖിൽ മാരാർ പറഞ്ഞു വെക്കുന്നു. ആ പോസ്റ്റിൽ ഒരു വരിയിൽ പോലും മുസ്ലിങ്ങൾ തീവച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നും അഖിൽ മാരാർ പറയുന്നു. അഖിൽ മാരാറിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ബി.ജെ.പിയിലേക്ക് ആളെ കയറ്റി കൊടുക്കുന്ന പണി ഈ രാജ്യത്ത് മനോഹരമായി ചെയ്തു കൊടുക്കുന്നത് സുഡാപ്പികളാണ്. അവരുടെ ഓരോ പ്രവൃത്തിയും നിഷ്പക്ഷമായി ചിന്തിച്ചിരുന്ന ദേശീയ ബോധമുള്ള വിശ്വാസിയായ ഓരോ ഹിന്ദുവിനെയും ബി.ജെ.പിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. ഈ സുഡാപ്പികളാണ് നല്ലൊരു ശതമാനം മുസ്ലിം സമൂഹത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ രാജ്യത്ത് ഈ വിധമാക്കി നശിപ്പിച്ചത് എമ്പുരാൻ ഇറങ്ങിയതിനു ശേഷം ഗുജറാത്ത് കലാപം ചർച്ചയാക്കുന്നത് ബി.ജെ.പിക്ക് കേരളത്തിൽ കൂടി അധികാരത്തിലെത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കലാണെന്നും ആ വിഷയത്തെ ശ്രദ്ധയോടെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞ് ഞാൻ എഴുതിയപ്പോൾ എന്നെ സംഖ്യയാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സുഡാപ്പി. ആ പോസ്റ്റിൽ ഒരു വരിയിൽ പോലും മുസ്ലിങ്ങൾ തീവച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കലാപമുണ്ടാകാൻ കാരണം ട്രെയിനിലുണ്ടായ തീപിടുത്തം, അത് കത്തിച്ചതായാലും കത്തിയതായാലും അതിന്റെ ഗുണം നാളിതുവരെ കിട്ടിയത് ബി.ജെ.പിക്ക് ആയതുകൊണ്ട് അത് ആവർത്തിച്ച് ഇനിയും പാടുന്നത് ബി.ജെ.പിക്ക് ക്ഷീണമല്ല, മറിച്ച് നേട്ടമാണ് എന്ന് തിരിച്ചറിയുക. സവർക്കറെ കുറിച്ച് 5-6 വർഷം മുൻപ് ഞാൻ എഴുതിയ പോസ്റ്റ് പൊക്കിക്കൊണ്ടാണ് പുതിയ വരവ്. എന്നാ നീയൊക്കെ ഇനിയും കേട്ടോ. ഇന്ദിരാഗാന്ധി സ്റ്റാമ്പ് ഇറക്കി ആദരിച്ച സവർക്കറെ എനിക്ക് യാതൊരു ബഹുമാനക്കുറവുമില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മികച്ച സ്വാതന്ത്ര്യ സമര പോരാളി എന്ന നിലയിൽ ആദരവുമാണ്. നിലവിൽ സുഡാപ്പികളെ പേടിച്ച് സവർക്കറെ തള്ളിപ്പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാടായിരുന്നില്ല പഴയ കോൺഗ്രസ് നേതാക്കളുടെ. അതുകൊണ്ട് അത് ഞാനങ്ങ് സംഖ്യയാകുന്നെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ കൊടുത്തപ്പോൾ അംഗീകാരത്തിനും മതം നോക്കുന്ന ബി.ജെ.പിയുടെ വർഗീയ നിലപാടിനെ തുറന്നു കാട്ടി ഞാൻ എഴുതിയപ്പോൾ സംഖ്യകൾക്ക് ഞാൻ സുഡാപ്പിയായി. തീവ്രവാദികൾക്ക് കുടപിടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കാത്തവരെ സംഖ്യയാക്കിയ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെന്നോ കോൺഗ്രസ് നേതാക്കളെന്നോ സുഡാപ്പികൾക്കില്ല. സുഡാപ്പികൾക്ക് ഈ വിളി കേട്ട് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും ചിന്തിക്കും, അയ്യോ, മുസ്ലിങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോകും, അതുകൊണ്ട് ഇവരിൽ പലരും ഈ തീവ്രവാദികൾക്ക് കുടപിടിച്ചു കൊടുക്കും. ഫലമോ ബാക്കിയുള്ളവർ ഇവരിൽ നിന്നും അകന്നു പോകും. പാകിസ്ഥാനിൽ നിന്നുള്ള 15,000 കോടിയുടെ മയക്കുമരുന്ന് കേരളത്തിന്റെ തീരത്ത് നിന്ന് പിടികൂടി. നമ്മുടെ കേരളത്തെ ഒരു തീവ്രവാദ ഹബ്ബാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുതൽ കേരള തീവ്രവാദികൾക്ക് കുരുപൊട്ടി നടക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞാൻ എതിർക്കുന്നത് കൊണ്ട് ഈ തീവ്രവാദികൾക്ക് പരോക്ഷമായി അവരുടെ പിന്തുണ എനിക്കെതിരെ തിരിയാനുണ്ട്. ഞാനിനി ബി.ജെ.പിയിൽ പോകുന്നതാണ് സുഡാപ്പിക്കും സുഡാപ്പികളുടെ ആസനം നക്കി ജീവിക്കുന്ന കോൺഗ്രസുകാർക്കും ഇഷ്ടമെങ്കിൽ ഞാൻ യാതൊരു തടസ്സവുമില്ല എന്ന് മാത്രമല്ല, 40,000 വോട്ടുകൾ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഏതാണ്ട് 75% ഹിന്ദുക്കളുള്ള കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ ഞാൻ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായാൽ ബി.ജെ.പിക്ക് നിയമസഭയിൽ എന്റെ പേരിൽ ഒരു സീറ്റ് കിടക്കും. അതാണ് സുഡാപ്പികൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഇന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖറിനെ കാണാം. അതല്ല, മതേതര ബോധ്യത്തോടെ എന്റെ ശരികളിൽ ഉറച്ചു നിന്ന് പ്രതിപക്ഷ നിരയ്ക്ക് കരുത്ത് പകർന്ന് രാഷ്ട്രീയമായി ബി.ജെ.പിയെ എതിർത്ത് ദേശീയ ബോധത്തോടെ ഭാരത സംസ്കാരത്തെ ഹൃദയത്തോട് ചേർത്ത് രാജ്യവിരുദ്ധരെ എതിർത്ത് ഞാനായി തന്നെ മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതും പറയാം. ദാരിദ്ര്യവും ജാതീയ വിവേചനവും സമൂഹത്തിലില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് പ്രസക്തി? അപ്പോൾ നിലനിൽപ്പിനു വേണ്ടി ദാരിദ്ര്യവും ജാതീയ വിവേചനവും അവർ സൃഷ്ടിക്കും. രാജ്യവിരുദ്ധരില്ലെങ്കിൽ രാജ്യസ്നേഹികൾക്ക് എന്താണ് പ്രസക്തി? അതുകൊണ്ട് രാജ്യവിരുദ്ധരെ ബി.ജെ.പി സൃഷ്ടിക്കും. അവർക്ക് വേണ്ട ഫണ്ടും നൽകും. ലോകരാജ്യങ്ങൾ തമ്മിൽ സമാധാനമായി കഴിഞ്ഞാൽ ആയുധ കച്ചവടക്കാർ എന്ത് ചെയ്യും? അതുകൊണ്ട് രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് അവരുടെ ആവശ്യമാണ്. എന്നെപ്പോലെ ചിന്തിക്കുന്നവരെ ഇല്ലാതാക്കുന്നത് തീവ്രവാദികളുടെ ആവശ്യമാണ്. ബിഗ് ബോസ് ജയിച്ചിറങ്ങിയ ആദ്യ മാസത്തിനുള്ളിൽ എന്നെക്കുറിച്ച് മീഡിയ മുക്കാലൻ ചെയ്ത അടുപ്പ് കൂട്ടി ചർച്ച ഇന്ന് അതിന് ആദ്യ തെളിവാണ്.
എന്നെ സ്നേഹിക്കുന്ന വലിയ ഒരു വിഭാഗം മുസ്ലിം സമൂഹം ഞാൻ പറയുന്നത് വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ തീവ്രവാദികളുടെ പ്ലാൻ പൊളിയും. സമൂഹത്തെ തകർക്കുക, രാജ്യത്തെ തകർക്കുക, അതിന് തടസ്സം നിൽക്കുന്നവരെ ഇല്ലാതാക്കുക. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അഖിൽ മാരാറിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. എമ്പുരാൻ എന്ന ഒരു സിനിമയെ സംബന്ധിച്ചിട്ടാണ് സമീപകാലത്ത് വലിയ രൂപത്തിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ ചർച്ച വരുന്നത്. ഒരു വിഭാഗം കേരളത്തിലെ ജനത ചേരിതിരിഞ്ഞ് പ്രവർത്തിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കുറേയായി നമ്മുടെ കേരളക്കരയിൽ കണ്ടുവരുന്നുണ്ട്. ജാതീയതയൊക്കെ ഏതോ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയെങ്കിൽ പോലും ഇപ്പോഴും ജാതീയത കൊടികുത്തി വാഴുന്ന സ്വാമി വിവേകാനന്ദൻ ഏതോ കാലത്ത് ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞ കേരളത്തിന്റെ അവസ്ഥ ഇന്നും അതിൽ നിന്നും മുക്തമായിട്ടില്ല. മതവും ജാതിയും ഒക്കെ തന്നെയാണ് ഇന്നും ഇവിടെയും പ്രശ്നം. രാഷ്ട്രീയവും വലിയ രൂപത്തിലൊരു പ്രശ്നമാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ജനപ്രിയ നടനെ ഉപയോഗിച്ചിട്ട് ഹിന്ദുക്കളെ ഒരു മോശക്കാരായി ചിത്രീകരിക്കുകയും ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കാൻ വലിയ രൂപത്തിൽ സഹായകമാകുകയും ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഗോത്ര എന്തായിരുന്നു എന്നുള്ളത് ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. അതിന് നിയമ വ്യവസ്ഥിതി തന്നെ അല്ലെങ്കിൽ നിയമവൃത്തങ്ങൾ തന്നെ അതിനുതകുന്ന സാഹചര്യങ്ങൾ, പ്രതികളായവർക്ക് ശിക്ഷ, 11 പേരോളം വധശിക്ഷയ്ക്കൊക്കെ വിധേയരായവരാണ്. ഗോത്ര എന്താണ് എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവുമില്ല. പക്ഷേ എമ്പുരാൻ എന്ന സിനിമയിലൂടെ ഗോത്ര ഒരു തിരികെ കയറ്റലായിരുന്നു. അതിലൂടെ രൂപപ്പെട്ട നായകൻ അല്ലെങ്കിൽ അതിന്റെ ഇരയായി ഇരവാദം ഉയർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിലേക്ക് ഉയർന്നു വരുന്നു. അവിടെ വില്ലൻ പരിവേഷം മുഴുവൻ ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദു നാമധാരികൾ, ഹിന്ദു വേഷധാരികൾ. അവർ പിന്നീട് ഭാരതത്തെ, തുടർന്ന് കേരളത്തിൽ എങ്ങനെയൊക്കെ ഭരണം നടത്താം അല്ലെങ്കിൽ ഭരണം പിടിക്കാം എന്നുള്ള അജണ്ട സെറ്റ് ചെയ്യും. ഇതൊക്കെ ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയായിട്ടാണ് താങ്കൾക്ക് കരുതുന്നത്? ഇവിടെ ഈ ഒരു ചലച്ചിത്രം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് കണ്ട വളരെ അടുത്ത സുഹൃത്തുക്കൾ പലരും എന്നോട് വിളിച്ച് ഇതേപ്പറ്റി പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് സൂചിപ്പിക്കാൻ വേറൊരു പോയിന്റ് കൂടിയുണ്ട്. ഹമാസ് BBC ഇറക്കാനിരുന്ന ഒരു ജിഹാദി ഡോക്യുമെന്ററി കേന്ദ്രം തടഞ്ഞ സമയത്ത് രാജ്യദ്രോഹി പൃഥ്വിരാജ് ഈ പടത്തിലൂടെ തിരികെ കയറ്റിയെന്നും ഭാര്യ സുപ്രിയ BBC റിപ്പോർട്ടറും കാര്യം കൃത്യമായല്ലോ, ഇനി കേന്ദ്ര ഏജൻസികൾ പണി തുടങ്ങിക്കോ എന്ന രൂപത്തിലാണ് ഒരു ഹരിജിത്ത് കമന്റ് ചെയ്തത്. ജനങ്ങൾക്കിന്ന് സത്യം എന്താണ് എന്ന് ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിവൃത്തം എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ കഥ പുരോഗമിക്കുന്നത്, എന്താണ് ഇതിന്റെ ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞു എന്നോട് പലരും പറഞ്ഞു. ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ ഒരു താരത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു അസൽ ഹിന്ദു വിരുദ്ധ സിനിമയാണ് എമ്പുരാൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ഹിന്ദു വിരുദ്ധം എന്ന് പറയാൻ കാരണം വെച്ചാൽ 59 ഹിന്ദു തീർത്ഥാടകരെയും കർഷകരെയും ആണ് അവിടെ ചുട്ടുകൊന്നത്. ചുട്ടുകൊന്നതിനെ ന്യായീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിലൂടെയാണ് ഇപ്പോൾ ഉള്ള നരേന്ദ്രമോദിയുടെ ഭരണം വന്നത്, അല്ലെങ്കിൽ അതിലൂടെയാണ് ഇപ്പോഴത്തെ എല്ലാ സൗകര്യങ്ങളും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കിട്ടിയതെന്ന് പറയുമ്പോൾ അതിന്റെ ആഴം വളരെ വലുതാണ്. ഒരു കഥ പറഞ്ഞു പോകുമ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ ഒരു ഇസ്ലാമിക വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ശരിയാണ്, അവരെ സംബന്ധിച്ച് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായെന്നൊക്കെ ചിന്തിച്ചേക്കാം. കാരണം ഗുജറാത്തിൽ പഴയ പോലെയല്ല, 1921 കൂടെ ആയില്ല ഗുജറാത്തിലെ കാര്യം. കാരണം കേരളത്തിലെ ഹിന്ദു അല്ല ഗുജറാത്തിലെ ഹിന്ദു. ആ വ്യത്യാസം തീർച്ചയായിട്ടുണ്ട്. കാരണം അവർ ഖിൽജിയെയും ഗോറിയെയും സോമനാഥ ക്ഷേത്ര ആക്രമണത്തെയൊക്കെ കണ്ടു വളർന്ന തലമുറകളാണ്. അപ്പൊ അവരുടെ പ്രതികരണം രൂക്ഷമായിരിക്കും. കാരണം ഒരു ഇസ്ലാമിക അധിനിവേശത്തെയും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തവരാണ് അവരുടെ തലമുറകൾ. കേരളത്തിലെ പോലെയല്ല. കേരളത്തിൽ 1924 നമ്മുടെ പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ക്രൂര മുഹമ്മദർ എന്ന് കുമാരനാശാൻ വിശേഷിപ്പിച്ച ഇവർ പുറത്തു വന്ന് കാലിളക്കുമ്പോൾ പുറത്തേക്ക് വന്ന് തലകുനിഞ്ഞ് നിൽക്കുക, കഴുത്ത് നീട്ടിക്കൊടുക്കുക, വെട്ടാൻ എന്ന രീതിയിലായിരുന്നല്ലോ കേരളത്തിലെ കാര്യങ്ങൾ. പക്ഷെ അതുപോലെ ആയില്ല ഗുജറാത്തിൽ എന്നതാണ് ഇവരെ ചൊടിപ്പിക്കുന്നത്. ഗുജറാത്തിൽ ഗോത്രയിൽ ഉണ്ടായ ഈ വിഷയത്തിന്റെയൊക്കെ മൂല കാരണത്തെ തമസ്കരിച്ചുകൊണ്ട് അതിന്റെ തിരിച്ചടിയെ മാത്രം പെരുപ്പിച്ച് കാണിക്കുന്നത് ഇരവാദം മുഴക്കലാണ്. ഇരവാദം മുഴക്കൽ ഇപ്പോൾ നമുക്ക് ഇസ്രായേലിന്റെയും പലസ്തീന്റെയും കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന എന്താണ്, അങ്ങോട്ട് ഒക്ടോബർ 7 2023 ഇവർ കയറി സീസ് ഫയർ വയലേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത്രയധികം ആളുകൾ പലസ്തീനിൽ മരിക്കുമായിരുന്നില്ലല്ലോ. അപ്പൊ ഇവർ ചെയ്യുന്ന അങ്ങോട്ട് കയറിച്ചു. സംറ കൺവെൻഷൻസ് അല്ല, സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് നടക്കുന്നു ഇസ്രായേലില്. അപ്പോൾ മ്യൂസിക് ഹറാമാണല്ലോ. ഹമാസ് ഭീകരര് നുഴഞ്ഞു കയറി അവിടെ അവർ വേണ്ടുന്നതൊക്കെ അങ്ങോട്ട് ചെയ്തു കൂട്ടി. 1400 പേരേക്കും 257 പേരെ പിടിച്ച് ബന്ധികളാക്കി. സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ എന്തൊക്കെയാണോ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്തു. പകരം 1200 മുതൽ 1400 വരെ ആളുകൾക്ക് പകരമായിട്ട് 50,000 ആളുകളുടെ ജീവനും എടുത്തു. 100,000 ആളുകളെ ഇപ്പം മരിക്കൂ പിന്നെ മരിക്കുമോ എന്ന് നോക്കി കിടക്കേണ്ടുന്ന സാഹചര്യമാണ്.
ചൊറിഞ്ഞ് വാങ്ങിക്കുന്നതാ. ഗോദ്രയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. പോയി ചൊറിഞ്ഞു, ഗുജറാത്ത് കയറി മാന്തി പൊളിച്ചു. നന്ദി.